17 വർഷമായി ഇടുക്കിയിലെ ഒരു ഗ്രാമത്തെ പുറംലോകവുമായി ബന്ധിപ്പിച്ചിരുന്ന പൊതുഗതാഗത സംവിധാനം കഴിഞ്ഞ മാസം നിലച്ചുപോയ വാർത്ത ന്യൂസ് മലയാളം നൽകിയിരുന്നു. ഇടുക്കി കോട്ടയം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന മറ്റത്തിപ്പാറ ഗ്രാമത്തിലെ ജനകീയൻ ബസ് പ്രതിസന്ധികളെ മറികടന്ന് വീണ്ടും നിരത്തിലിറങ്ങുകയാണ്. ഗ്രാമവാസികൾ തന്നെയാണ് ജനകീയൻ ബസ്സിൻ്റെ ഉടമകൾ എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ആൽവിൻ തോമസ് ആണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നത്. ആൽവിൻ, ഇടുക്കിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ യാത്ര എന്നത് ഒരു തീരാദുരിതമായിരുന്നു ഏറെക്കാലത്ത്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ടേ ഉള്ളൂ വഴികളൊക്കെ എല്ലായിടത്തും വന്നിട്ട്. ഇതിപ്പോൾ ഈ ജനകീയൻ ബസ് നേരത്തെ തന്നെ വാർത്തകളിൽ വന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ന്യൂസ് മലയാളം തന്നെ ഇത് സംബന്ധിച്ച വാർത്ത നൽകിയിരുന്നു. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഇങ്ങനെ നിരത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇതിനുവേണ്ടി സഹകരിച്ചവരെ അർച്ചനെ, വളരെ സുന്ദരമായ ഒരു കാഴ്ചയാണ് രാവിലെ നമ്മൾ കാണുന്നത്. കാര്യം, ഒരു ജനകീയ കൂട്ടായ്മയുടെ ഒരു വിജയം എന്നതാണ് നമ്മൾ ഈ കാണുന്നത്. നമുക്കിവിടെ കാണുന്നത് പോലെ രാവിലെ ഈ ജനകീയൻ ബസ്സിനെ വീണ്ടും നിരത്തിലേക്ക് ഇറക്കുന്നതിന് വേണ്ട ഈ കാണുന്നവരെല്ലാം ഈ ബസ്സിൻ്റെ ഉടമകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. കഴിഞ്ഞ മാസം നമ്മളിവിടെ എത്തിയപ്പോൾ ഈ ബസ് സൈഡായ ഒരു അവസ്ഥയായിരുന്നു. അന്ന് നമ്മൾ വലിയ ദുഃഖത്തോടു കൂടിയാണ് ഇവർ നമ്മളോട് സംസാരിച്ചത്. കാര്യം, ഇവർ നിക്ഷേപിച്ച പണം ബാങ്കിൽ, ഒരു സഹകരണ ബാങ്കിലാണ് നിക്ഷേപിച്ചത്. അവിടെ നിന്ന് പണം ലഭിക്കാതെ വന്നതോടുകൂടി അതിൻ്റെ ടെസ്റ്റ് മറ്റു കാര്യങ്ങളും നടന്നിരുന്നില്ല. പക്ഷേ അതിന് തരണം ചെയ്യാനായിട്ട് അവർ പുതിയ നീക്കങ്ങൾ നടത്തി. ഇപ്പോൾ വീണ്ടും ബസ് നിരത്തിലേക്ക് ഇറക്കുന്ന ഒരു കാഴ്ചയാണ്. ബസ്സിൻ്റെ ഭാരവാഹികളായിട്ടുള്ള ആളുകളുണ്ട്, ഇവിടുത്തെ വികാരിച്ചനായിട്ടുള്ള ആളുകൾ, അവരൊക്കെ ഇവിടെ ഈ ചടങ്ങുകൾ നടക്കുകയാണ്. ഇതെങ്ങനെ നമ്മൾ വീണ്ടും നിരത്തിലേക്ക് ഇറക്കുന്നു സാറേ? നമുക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഒട്ടേറെ ആളുകൾ സഹായിക്കാനായിട്ട് ഇങ്ങോട്ട് വരികയുണ്ടായത്. അപ്പോൾ മറ്റത്തിപ്പാറയെ ജനകീയനില്ലാത്തൊരു മറ്റത്തിപ്പാറയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല, നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. അതുതന്നെയാണ് എല്ലാവരുടെയും വികാരം. ആ ഒരു വികാരമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഇതെങ്ങനെ കൂടുതൽ നിങ്ങളെങ്ങനെ സാമ്പത്തികം പ്രശ്നങ്ങൾ തരണം ചെയ്തു? കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് വന്ന് സഹായിക്കാൻ വാഗ്ദാനം ചെയ്യുകയാണ് ഉണ്ടായത്. കൂടാതെ തന്നെ ഞങ്ങൾ സമീപിച്ച എല്ലാവരും തന്നെ ഇതിനോട് പോസിറ്റീവായിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചത്. അങ്ങനെയാണ് നമുക്കിത് യാഥാർത്ഥ്യമാക്കാനായിട്ട് പറ്റിയത്. ജനകീയ വിജയമാണിത്. വീണ്ടും ബസ് നിരത്തിൽ ഇറക്കുകയാണ്. 100% ജനകീയ വിജയമാണ്. ഈ നാടിൻ്റെ പുരോഗതിയുടെയും ഈ നാടിൻ്റെ ഐക്യത്തിൻ്റെയും ഒരു അടയാളമാണ് ഈ ബസ്. ഈ നാടാകെ ഒന്നാകെ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നു ചേർന്ന് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നതിന് ഫലമായിട്ടാണ് വീണ്ടും ഈ വാഹനം ഇവിടെ നിരത്തിലിറക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് നമ്മുടെ നാടിൻ്റെ ഐശ്വര്യമാണ്. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് പണം സമാഹരിക്കുന്നതിന് പ്രവർത്തിച്ചു. അത് മാത്രമല്ല, പ്രവർത്തിച്ചത് മാത്രമല്ല, ഈ നാട്ടിലെ ആളുകൾ മുഴുവനും 50-ലധികം ആളുകൾ 20,000 രൂപ വെച്ചുള്ള ഷെയർ എടുക്കാൻ വീണ്ടും റെഡിയായി. അതൊരു വലിയ കാര്യമാണ്. ചെറിയ ഗ്രാമമാണ്, വലിയ കാര്യമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്, ഈ നാട്ടിലെ ആളുകൾ ഈ വാഹനത്തിൽ കയറണം. ഇതിന് ഉടമകൾ തന്നെ പൂർണ്ണമായി കയറിയാൽ തന്നെ ഈ ബസ് ലാഭകരമായി പോകാൻ കഴിയും. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പുതിയ വാഹനം വാങ്ങി നിരത്തിലിറക്കാനുള്ള ശ്രമവും നടത്തും. ഹർഷന, അതുപോലെ ഈ ജനകീയ കൂട്ടായ്മയുടെ, ഈ ഗ്രാമത്തിൻ്റെ കൂട്ടായ്മയുടെ വിജയമാണ്. 17 വർഷമായി നടന്നിരുന്ന സർവീസാണ് ഒരു ഘട്ടത്തിൽ നിർത്തേണ്ട സ്ഥലത്തിലേക്ക് വന്നത്. പക്ഷേ അവരത് വീണ്ടും പുനരുജ്ജീവിപ്പിച്ച് വീണ്ടും നിരത്തിലേക്ക് ഇറക്കുന്ന സുന്ദരമായ ഒരു കാഴ്ച. ഇവരെല്ലാവരും തന്നെ ഈ ബസ്സിൻ്റെ ഉടമകളാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. 17 വർഷമായി ഈ ബസ് ഈ നിരത്തിലൂടെ ഓടുന്നു. ഇത് കോട്ടയം നീലൂരിനെ ബന്ധിപ്പിക്കുന്ന റൂട്ടിലേക്ക് ഓടുന്ന ബസ്സാണ്. അതോടൊപ്പം തന്നെ ഇടുക്കിയുടെ കരികുന്നം പ്രദേശത്തേക്കും ഈ ബസ് ഓടുന്നു. ഇത് ഈ നാടിൻ്റെ ഘടികാരമായി തന്നെ നമുക്ക് കണക്കാക്കാം. ആ ഘടികാരം വീണ്ടും പ്രവർത്തിക്കുകയാണ്. അതിലുള്ള സന്തോഷം എല്ലാവരും ഇവിടെ പങ്കുവെക്കുകയാണ്. ഹർഷൻ, റൈറ്റ്, ആൽവിനാണ് വിവരങ്ങൾ നൽകിയത്. ഒരു നാട്ടിലെ ജനങ്ങൾ അവരുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് വേണ്ടി സ്വന്തമായി ബസ് വാങ്ങി കഴിഞ്ഞ കുറേയേറെ കാലമായി ആ വാഹനം ഓടിക്കുകയായിരുന്നു. അതിനുശേഷം അവിടെ ആ യാത്രാക്ലേശത്തിനൊക്കെ ഒരു പരിധിവരെ പരിഹാരം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവർക്കിപ്പോഴും ആ ബസ് കൈവിടുന്നതിനെക്കുറിച്ച്, ആ ബസ് ഇല്ലാത്ത ഒരു മറ്റത്തിപ്പാറയെക്കുറിച്ച് ആലോചിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. മറ്റത്തിപ്പാറയിലേക്ക് പോലും ഓടുന്ന ബസ്സിൽ ഹിന്ദിയിൽ മറ്റത്തിപ്പാറ എന്ന് എഴുതി വച്ചിരിക്കുന്നതിൻ്റെ കൗതുകം കൂടി ഞാൻ നോക്കുകയായിരുന്നു. കാരണം കേരളത്തിലെ എല്ലാ സ്ഥലത്തേക്കും ഓടുന്ന ബസ്സുകളിൽ ഏതാണ്ട് ഈ മധ്യ കേരളത്തിൽ പ്രത്യേകിച്ച് എല്ലാ ബസ്സുകളിലും ഹിന്ദിയിൽ ഇപ്പോൾ സ്ഥലപ്പേര് എഴുതി വെച്ചിട്ടുണ്ട്. കുറേ കാലം മുമ്പ് ഈ ഇടുക്കി ജില്ലയിലൊക്കെ ഓടിക്കൊണ്ടിരുന്ന ബസ്സുകളിൽ ഇങ്ങനെ മറ്റൊരു ഭാഷയിൽ പേരെഴുതിയിരുന്നത് തമിഴ് ഭാഷയിലാണ്. പക്ഷേ ആ തമിഴ് ഭാഷയേക്കാൾ ഇപ്പോൾ പ്രാധാന്യം പ്രാദേശികമായി ഈ ഹിന്ദി ഭാഷയ്ക്ക് വന്നിരിക്കുന്നു. കാരണം പ്രാദേശികമായി ജോലി അന്വേഷിച്ച് ഈ ചെറിയ സ്ഥലങ്ങളിലേക്കൊക്കെ എത്തുന്ന ആളുകൾ ബഹുഭൂരിപക്ഷവും ഹിന്ദി മനസ്സിലാവുന്നവരാണ്, നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ടല്ലോ.